ഹലോ നമസ്കാരം. കുപ്പി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൺസൂണൊക്കെ ഏകദേശം സ്റ്റാർട്ടായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ബൈക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് പില്ലിയനും കൊണ്ട് പോയി കഴിഞ്ഞാൽ പുറകെ ഫുള്ള് ചെളി തെറിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ടയർ ഹഗ്ഗർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ CB350RS അല്ലെങ്കിൽ ഏത് ബൈക്കും ആയിക്കോട്ടെ യൂണിവേഴ്സലായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയത് യൂണിവേഴ്സൽ ഫിറ്റിംഗ് ഹഗ്ഗർ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നത് ഏതാണെന്നും അതിൻ്റെ ഫിറ്റിംഗും മറ്റു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ കുപ്പി വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു കുപ്പി വ്ളോഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടയർ ഹഗ്ഗർ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിത് ഓൺലൈനായിട്ട് ബാൻഡിഡോസിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 599 രൂപയായി ഇതിൻ്റെ വില. അതിൻ്റെ കൂടെ 90 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ടായിരുന്നു. ബാൻഡിഡോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പാക്കിങ്ങും അവരുടെ റെസ്പോൺസും അതുപോലെ തന്നെ ഡെലിവറിയാണ്. വിതിൻ 2 ഡേയ്സിനുള്ളിൽ എനിക്ക് ഈ സാധനം DTDC വഴി കിട്ടിയായിരുന്നു. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സൽ ടയർ ഹഗ്ഗറാണ്. അപ്പം ഈ ഒരു ഹഗ്ഗർ നമുക്ക് ഏത് ബൈക്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂസും മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടാണ് വാങ്ങിയത്. പിന്നെ വിലയും അഫോർഡബിൾ ആണ്. നമ്മുടെ CB350RS കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടയർ ഹഗ്ഗറിൻ്റെ ഫിറ്റിങ്, അതായത് നമ്മുടെ ആ ഒരു സൈഡിൽ വരുന്ന എക്സ്റ്റൻഷനും നമ്മുടെ ഫൈബർ പാർട്ടുമായിട്ടുള്ള ഇതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെയർ വീലുമായിട്ട് കണക്ട് ചെയ്യേണ്ട മെയിൻ പാർട്ടാണ്. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾ കണ്ടാൽ അറിയാം 3 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. നമുക്കൊരു പെർമനൻറ്റ് ഫിറ്റിംഗ് ഇതിന് വരുന്നില്ല. താഴെ 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 ഹോൾസിന് വേണ്ടിയുള്ള നെറ്റ് നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് നമുക്ക് ബാൻഡിഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ചെറിയൊരു കമ്പനിയുടെ, അതായത് ബാൻഡിഡോസിൻ്റെ ഒരു സ്റ്റിക്കർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷേപ്പിലാണ് ഫൈനൽ നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെയർ വീലുമായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആ ഒരു ക്ലാമ്പ് നമുക്ക് വെളിയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇത് ഊരാൻ വേണ്ടിയിട്ടുള്ള സ്പാനറും ടൂൾസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ടയർസ് ഊരുന്ന ഒരു കടയിൽ കൊണ്ടുപോയിട്ട് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെയർ ടയറിൽ ഈ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ഈ ഒരു ഫിറ്റിങ്ങിലോട്ട് നമ്മുടെ ഹഗ്ഗർ ഡയറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് അലൈൻമെൻറ്റ് നോക്കണം. അതായത് നമ്മുടെ ബാക്കിൽ വരുന്ന മഡ് ഫ്ലാപ്പ് ഒരു പുറകിൽ ഒരു റെയറിൽ ഒരു ആളോടെ കയറി കഴിഞ്ഞാൽ ഹമ്പ് അതുപോലത്തെ ഏരിയയിലൊക്കെ ഒന്ന് ചാടുമ്പം ഇത് ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ ലുക്കിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഒരു മാറ്റമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ CB350RS ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് കുപ്പി വ്ളോഗ്.